സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് മുസ്ലിം സമുദായത്തിനെതിരെയും മലപ്പുറത്തിനെതിരെയും വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ മുസ്ലിം ലീഗുകാരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? സഖാവ് പിണറായിക്കെതിരെയും CPIM-നെതിരെയും പാണക്കാട് തങ്ങൾ മുതൽ സാധാരണ മുസ്ലിം ലീഗിൻ്റെ അണികൾ വരെ ഇവരെയൊക്കെ RSS ആക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയവും വികസനവും പറയാതെ വെള്ളാപ്പള്ളിയുടെ വർഗീയത പറഞ്ഞ് മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടിയവരാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. ഇതിൻ്റെയൊക്കെ അണിയറയിൽ നിന്ന് പ്രോത്സാഹനം നൽകിയവരാണ് ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയുമെല്ലാം. ഇന്നിപ്പോൾ UDF അധികാരത്തിലെത്തി വെള്ളാപ്പള്ളിയെ പൊന്നാടയണിയിച്ച സുധാകരൻ പാണക്കാട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തറവാട്ടിൽ വന്ന് പൊന്നാട അണിയിക്കുന്നു. NDA സഖ്യകക്ഷിയായ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി VD സതീശനെ പൊന്നാട അണിയിക്കുന്നു. മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിക്ക് പൊന്നാട അണിയിക്കുന്നു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു മുസ്ലിം ലീഗ്? ഒരു മുസ്ലിം ലീഗുകാരനും ഒരൊറ്റ പാണക്കാടനും ഒരു പരാതിയുമില്ല. ഇതാണ് മുസ്ലിം ലീഗ്. മുസ്ലിം സമുദായക്കാരെ മതത്തിൻ്റെ പേരിൽ പറ്റിച്ച് അധികാരത്തിൽ എത്തുക മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം. മുസ്ലിം സമുദായത്തെ എങ്ങനെയെല്ലാം വഞ്ചിച്ചു അധികാരം നേടാം എന്ന ഗവേഷണത്തിലാണ് മുസ്ലിം ലീഗ്. വെള്ളാപ്പള്ളിയുടെ വിഷയം മന്ത്രി ബിന്ദു കൃഷ്ണയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ എന്നാണ്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗിനോടും UDF മന്ത്രിമാർക്ക് പറയാനുള്ളത്. ക്ഷീരദിനാശംസകൾ.